ഉണ്ണികൃഷ്ണൻ്റെ കല്യാണം ഭാഗം 4. ഈ രാഘവൻ നായർ ഒരു കാര്യത്തിനിറങ്ങിയാൽ അത് വെടിപ്പായിട്ടേ ചെയ്യത്തുള്ളൂന്ന് ഉണ്ണിക്ക് അറിയാലോ അല്ലേ? ഉവ്വ് ഉവ്വ്. രാഘവേട്ടനെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു നോട്ടം വഹിച്ചുകൊണ്ട് അവൻ കാറിൻ്റെ ഡോറ് തുറന്ന് അകത്തേക്കു കയറി. എന്നാ ഇനി സമയം ഒട്ടും വൈകിക്കണ്ട, വേഗം വണ്ടി എടുത്തോളൂ കുട്ടി. വന്നത്രയും ദൂരമില്ല എന്തായാലും. ദാ കുറച്ചുകൂടി അപ്പുറത്താ അവരുടെ വീടെന്ന ആ കടക്കാരൻ പറഞ്ഞത്. രാഘവേട്ടൻ പറഞ്ഞതനുസരിച്ച് ഉണ്ണി കാറിൻ്റെ സ്റ്റിയറിംഗ് തിരിച്ചു. അങ്ങനെ അവർ കുറച്ചുകൂടി സഞ്ചരിച്ചു. കുറച്ചു ദൂരം എത്തിയപ്പോൾ അവരൊരു വീടിൻ്റെ മുൻപിലെത്തി. വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ സദാനന്ദൻ പുറത്തേക്കിറങ്ങി വന്നു നോക്കി. ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി വരുന്ന ഉണ്ണിയെ കണ്ടപ്പോൾ തന്നെ അയാളുടെ കണ്ണുകളിൽ സന്തോഷം പ്രകടമായി. ആദ്യ കാഴ്ചയിൽ തന്നെ പയ്യനെ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന അർത്ഥത്തിൽ അയാൾ മനസ്സിലുരുവിട്ടു. ചെക്കനാള് സൂപ്പറാ. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അവരെ വീട്ടിലേക്ക് എതിരേറ്റു. വരണം വരണം, വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായോ? ഏയ് ഇല്ലില്ല, നിങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ കടക്കാർക്കൊക്കെ മനസ്സിലായി. രാഘവൻ നായർ അത് പറഞ്ഞിട്ടൊന്ന് ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. അവനൊന്നും പിടികിട്ടാതെ തിരിച്ചും വെറുതെ ഒന്ന് നോക്കി ചിരിച്ചു കാണിച്ചു. ആ അതങ്ങനെയാ, ഇന്നാട്ടിലെ എല്ലാവർക്കും എന്നെ നന്നായി അറിയാം. അല്പസ്വല്പം പൊതുപ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണേ. അടുത്ത വർഷം ഇലക്ഷന് നിൽക്കാനാണ് തീരുമാനം. ഇപ്പോഴും ഞങ്ങളുടെ പാർട്ടിക്കാർ തന്നെയാണ് ഇവിടെ ഭരിക്കുന്നത്. ആണോ? വളരെ നല്ല കാര്യം. ഞങ്ങളെ അകത്തേക്ക് ക്ഷണിക്കുന്നില്ലേ സദാനന്ദ? അയ്യോ, ഞാനത് മറന്നു. സംസാരിച്ച് നിന്നപ്പോൾ വിഷയം മാറിപ്പോയതാ. നിങ്ങൾ കയറി വാ, അകത്തേക്കിരിക്കാം. ഉണ്ണിയും രാഘവനും അകത്തേക്കു കയറി ഹാളിലെ സോഫയിൽ ചെന്നിരുന്നു. ഉണ്ണി മൊത്തത്തിൽ വീടൊന്ന് വെറുതെ കണ്ണോടിച്ചു നോക്കി. ഫോട്ടോസുകളും അലങ്കാരങ്ങളും കൊണ്ട് ഹാള് മനോഹരമായിരുന്നു. സുധേ, ദേ അവരെത്തി. നീ മോളെ കൂട്ടിക്കൊണ്ടുവാ. എൻ്റെ രണ്ടാമത്തെ മോളാ. ഇപ്പോൾ MA പഠിക്കുന്നു. കൊച്ചിയിലെ ഒരു ഹോസ്റ്റലിൽ നിന്നാ അവൾ പഠിക്കുന്നത്. ലീവിന് വന്നതാ. പഠിക്കാൻ ഭയങ്കര മിടുക്കിയ. ഞങ്ങളുടെ ഫാമിലി മൊത്തം അങ്ങനെയാണേ. അപ്പോൾ പിന്നെ മക്കളും മോശമാവാൻ പാടില്ലല്ലോ. മോള് ഇപ്പം വരൂട്ടോ. എന്നെപ്പോലെ സൗന്ദര്യമുള്ളതുകൊണ്ട് അധികം ഒരുങ്ങാനൊന്നുമില്ല അവൾക്ക്. എന്നാലും ഇപ്പോഴത്തെ പെൺകുട്ടികളല്ലേ അല്ലേ രാഘവൻ നായരെ? ആഹാ, അത് ശരിയാ, വളരെ ശരിയാ. അയാളുടെ പൊങ്ങച്ചങ്ങളെല്ലാം സമ്മതിച്ചു കൊടുക്കുന്ന രീതിയിൽ രാഘവൻ നായർ തല കുലുക്കി ഒന്ന് ഇരുന്നു കൊടുത്തു. അതിനുശേഷം ഉണ്ണിയുടെ ചെവിയിൽ സ്വകാര്യമായി എന്തോ പറയാൻ തുടങ്ങി. എടാ ഉണ്ണി, ഇതെങ്ങാനും ശരിയായാൽ നിനക്ക് ഇയാളുടെ പൊങ്ങച്ചം കേട്ടിരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ എന്നാ തോന്നണത്. അയാളുടെ സ്വകാര്യം പറച്ചിലിൽ ഉണ്ണിയെ വീണ്ടും ഒന്ന് പുഞ്ചിരിപ്പിച്ചു. ഏതായാലും വന്നു പോയില്ലേ രാഘവേട്ട, ഇനി കേട്ടിരിക്കാതെ വേറെ വഴിയില്ലല്ലോ. കുറച്ചുകൂടി ക്ഷമിക്കാം. അപ്പോഴാണ് ട്രേയിൽ 3 കപ്പ് ചായയും എടുത്തുകൊണ്ട് ഒരു പെൺകുട്ടി നടന്നു വരുന്നത് അവൻ്റെ കണ്ണിൽ പതിഞ്ഞത്. ജീൻസ് പാൻറ്റും ഷർട്ടുമാണ് അവളുടെ വേഷം. കാണാൻ നല്ല മോഡേൺ ലുക്കാണ്. അവൾ ഒരു മടിയും കൂടാതെ ചായ ഉണ്ണിക്കെടുത്തു കൊടുത്തതിനു ശേഷം അവൾ അവിടെ നിന്നും തിരിച്ചുപോയി. പിന്നീട് മുന്നിലിരിക്കുന്ന ബേക്കറി ഐറ്റംസുകളെ ചൂണ്ടിക്കാട്ടി കഴിക്കൂ മോനെ എന്ന് ആഡംബര വിഭൂഷിതയായ ആ അമ്മയും അവനോട് പറഞ്ഞു. കുറെ കഴിച്ചു മടുത്തത് കാരണം അവനത് ശ്രദ്ധിച്ചതേയില്ല. പെണ്ണിനെ കണ്ടതിന് ശേഷം സദാനന്ദൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. കാവുമ്പാട്ടെ ശങ്കരൻ മാഷിനെ എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും ആളെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. മാതൃകാ അധ്യാപകനുള്ള അവാർഡൊക്കെ മേടിച്ച ആളല്ലേ. അദ്ദേഹത്തിൻ്റെ അനന്തരവനാണ് പെണ്ണ് കാണാൻ വരുന്നതെന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ ജാതകങ്ങൾ തമ്മിൽ 8 പൊരുത്തമുട്ടെന്നും പറഞ്ഞപ്പോൾ ഒന്ന് ആലോചിക്കാമെന്നും കരുതി. എൻ്റെ മൂത്ത മോളെ കല്യാണം കഴിച്ചത് ഒരു എഞ്ചിനീയറാ. അവന് ഗൾഫിൽ തന്നെയാ വർക്ക്.
അതുകൊണ്ട് മോളും മരുമോനും അവിടെ തന്നെ സെറ്റിലായി. വർഷത്തിലൊരിക്കൽ വന്നു പോകും. ഇങ്ങനെ ഒരു ആലോചന വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ ആദ്യം എന്നോട് ചോദിച്ചത് പയ്യൻ്റെ ജോലിയെ പറ്റിയാ. ആട്ടെ, എന്താ ഉണ്ണികൃഷ്ണൻ്റെ ജോലി? അവൻ നാട്ടിൽ തന്നെയാ, നല്ല അസ്സല് കൃഷിക്കാരൻ. കൃഷിയോ? അയാൾ ആശ്ചര്യത്തോടെയും അവജ്ഞയോടെയും ഒന്നുറക്കെ ചോദിച്ചു. കൃഷിയോ? അതെ, കൃഷി. എന്താ, സദാനന്ദ മുമ്പ് കേട്ടിട്ടില്ലേ? കേൾക്കാഞ്ഞിട്ടല്ല. കൃഷിയൊക്കെ ഒരു ജോലിയായി ഇന്നത്തെ കാലത്ത് കാണാൻ പറ്റുമോ? ഒഴിവു സമയങ്ങളിലോ സൈഡ് ബിസിനസ്സായോ എന്തെങ്കിലുമൊക്കെ മണ്ണിൽ കുഴിച്ചിടാം എന്നല്ലാണ്ട് അതുകൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയില്ലല്ലോ ഇന്നത്തെ കാലത്ത്. സദാനന്ദ, നിങ്ങളൊക്കെ ഈ കാഴ്ചപ്പാടിൽ കൃഷിയെ വിലയിരുത്തുന്നത് കൊണ്ടാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഇങ്ങനെ മാറി മറിഞ്ഞത്. എല്ലാവരും എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആയാൽ പിന്നെ അവർക്ക് ജോലി ചെയ്യാൻ ഇവിടെ കെട്ടിടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ജീവിക്കാൻ നമുക്കൊന്നും മണ്ണുണ്ടാവില്ല. അയ്യോ രാഘവൻ നായരെ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. കൃത്യമായൊരു സാലറി കിട്ടുന്ന എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിലല്ലേ ജീവിതം അടിപൊളിയാക്കാൻ പറ്റുള്ളൂ. കൃഷി മേഖലയൊക്കെ പൊതുവെ നഷ്ടങ്ങളും കടക്കിണിയൊക്കെ അല്ലേ വരുത്തി വയ്ക്കാറ്. അതുകൊണ്ട് പറഞ്ഞു പോയതാ. അയാളുടെ സംസാരം ഉണ്ണിക്കും അത്ര രസിച്ചില്ല. ഇത്രയൊക്കെ കേട്ടിട്ടും ഇനിയും മിണ്ടാതിരുന്നാൽ ശരിയാവില്ല എന്ന അർത്ഥത്തിൽ അവനും സംസാരിക്കാൻ തുടങ്ങി. സാർ, എനിക്കിഷ്ടം കൃഷിയാണ്. ഞാൻ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്താണ് ആ ജോലി. ഒരുപക്ഷെ 6-7 മണിക്കൂർ ഫാനിൻ്റെ ചോട്ടിലിരുന്ന് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ബുദ്ധിയും കഴിവുമെല്ലാം പ്രയോജനപ്പെടുത്തി അതിനുള്ള പ്രതിഫലം കൈനീട്ടി വാങ്ങിക്കുമ്പോൾ ലഭിക്കുന്നതിനേക്കാൾ മനസ്സംതൃപ്തി എനിക്ക് എൻ്റെ മണ്ണിൽ ചിലവഴിച്ചാൽ കിട്ടുന്നുണ്ട്. അതൊരു പക്ഷേ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. വലിയ ആഗ്രഹങ്ങളോ ആർഭാടങ്ങളോ കാണിച്ചു ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല. ഒരുപക്ഷെ എൻ്റെ ഈ സംസാരം കേൾക്കുമ്പോൾ സാറിന് പോലും ഞാനൊരു പഴഞ്ചൻ ചിന്താഗതിക്കാരനാണെന്ന് തോന്നിപ്പോകും. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ ഞാൻ ഉൾക്കൊള്ളാറുണ്ട്. പക്ഷേ അതെൻ്റെ മണ്ണിനെ ഉപേക്ഷിച്ചുകൊണ്ടാകില്ലെന്ന് മാത്രം. ഹേയ് ഉണ്ണി, താങ്കൾ വളരെ സെൻസിറ്റീവ് ക്യാരക്ടറാണെന്ന് തോന്നുന്നു. ഒരിക്കലുമല്ല സാർ, എൻ്റെ സത്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞെന്നേ ഉള്ളൂ. അവരുടെ സംസാരം അങ്ങനെ നീണ്ടു തുടർന്നു പോകാൻ ഇടയാകരുതെന്ന് കരുതി ഇടയ്ക്കു കയറി രാഘവൻ നായരും സംസാരിക്കാൻ തുടങ്ങി. അല്ല, നിങ്ങളിങ്ങനെ കൃഷിയും ജോലിയെയും കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതിയോ? ചെക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അതിനൊരവസരം കൊടുക്കണ്ടേ? ഇന്ന് അവരുടെ ഇഷ്ടങ്ങൾക്കല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്? അത് ശരിയാ രാഘവൻ നായർ പറഞ്ഞത്. കുട്ടികൾ തമ്മിൽ ആദ്യം സംസാരിക്കട്ടെ, ബാക്കിയെല്ലാം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാമല്ലോ, അല്ലേ? അത് കേട്ടതും ഉണ്ണിയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. തന്നെയൊന്ന് നോക്കാൻ പോലും മനസ്സ് കാണിക്കാതെ തിരിഞ്ഞുപോയ അവളോട് എന്ത് സംസാരിക്കാനാണ് എന്ന ഭാവത്തിൽ അവൻ തല താഴ്ത്തിയിരുന്നു. ഉണ്ണിയുടെ ഇരിപ്പും ഭാവവും എല്ലാം കണ്ടപ്പോൾ തന്നെ രാഘവേട്ടന് കാര്യം പിടികിട്ടി. എങ്കിലും അത് പുറമേ പ്രകടിപ്പിക്കാതെ തൻ്റെ കടമ നിർവഹിക്കാൻ അയാൾ നിർബന്ധിതനാവുകയായിരുന്നു. ഉണ്ണി, ചെല്ലു, ആ പെൺകുട്ടിയെ ചെന്ന് കാണൂ. അത് വേണോ രാഘവേട്ട? മുഖത്ത് നിസ്സഹായത പ്രകടിപ്പിച്ചുകൊണ്ടവൻ രാഘവേട്ടനെ ഒന്ന് നോക്കി. വേണം, പോയി സംസാരിച്ചിട്ട് വാ. ഇത്രയിടം വരെ വന്നതല്ലേ ഉണ്ണി. രാഘവേട്ടൻ്റെ വാക്കുകളെ ധിക്കരിക്കാൻ കഴിയാണ്ടിരുന്ന ഉണ്ണിക്ക് അതിന് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. പെൺകുട്ടിയുടെ അച്ഛൻ്റെ സംസാരം കൊണ്ട് തന്നെ മനസ്സ് മരവിച്ചൊരവസ്ഥയായിരുന്നു അവന്. എന്നിട്ടും അവൻ പതിയെ അവിടെ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. മനസ്സിനൊട്ടും സംതൃപ്തിയില്ലാതെ ആ പെൺകുട്ടിയെ നേരിൽ കാണാൻ അവൻ അവിടേക്ക് ചെന്നു. കഥയുടെ ബാക്കി ഭാഗവുമായി വീണ്ടും വരാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരെല്ലാം ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കൂട്ടുകാരെ.